ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സിൽ ഞാൻ ആ പ്രോസസ്സിലേ ഇല്ലായിരുന്നു. ഞാൻ ആ ഔട്ട്കംസിലേക്ക് ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കുകയായിരുന്നു. പക്ഷെ 22 പ്രൈം കോഴ്സ് ചെയ്തു, 23 ബൗൺസ് ബാക്ക് ചെയ്യുന്നു, 24 വീണ്ടും മെയിൻസ് ആൻസർ അല്ലെങ്കിൽ മെയിൻ സ്കില്ലറിലേക്ക് വരുന്നു. സോ ആ പ്രോസസ്സ് ഞാൻ കൃത്യമായി ചെയ്യുന്നു എന്നുള്ള ഇടത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ വരുമ്പോൾ ആ ഈക്കോ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പ്രിലിംസിന്റെ കേസിൽ വരികയാണെങ്കിൽ രാവിലെ വാം അപ്പ് സെഷനിൽ നമുക്ക് ആ ദിവസത്തിന്റെ ക്ലാരിറ്റി, എന്ത് ചെയ്യണം, എവിടെ പഠിക്കണം, എവിടെ എംഫസൈസ് ചെയ്യണം. ഇപ്പൊ UPSC എല്ലാവർക്കും ഒരു മിത്തുണ്ട്, സൂര്യന്റെ താഴെ എല്ലാം പഠിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും UPSC ചോദിക്കുന്ന കുറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അത് ചേട്ടൻ PYQ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും രാവിലെ വാം അപ്പ് സെഷനിൽ. അപ്പൊ അത് തന്നെ റുട്ടീനാണ്. രാവിലെ 5 മണിക്ക് വാം അപ്പ് മെസ്സേജ് വരുമ്പോൾ നമ്മളത് കേട്ട്, അപ്പൊ ഞാനൊരു മോർണിംഗ് പേഴ്സൺ, അപ്പൊ എനിക്ക് ഒരു 7 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഇന്നെന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി കിട്ടും. നമ്മൾ ആ സിസ്റ്റത്തിന്റെ കൂടെ ഓടുക എന്നുള്ളതാണ് ഏറ്റവും. ഉച്ചയ്ക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട്, രാത്രിയാകുമ്പോൾ ഒരു വൈൻഡ് അപ്പ് സെഷൻ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തോട്ട്സ് വളരെ ഫാസ്റ്റ് ആക്കാനും, കാരണം എത്ര കൂടുതൽ പോയിന്റ്സ് എഴുതുന്നു അത്രയും മാർക്ക് കിട്ടും എന്നുള്ള GSന്റെ ഒരു അപ്രോച്ച് ഉണ്ട്. ക്വിക്കായിട്ട് പോയിന്റ് അത്രയും ഷോർട്ട് പീരീഡിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്ക് വെക്കണം. അതിന് ഞാൻ ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗിന്റെ മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ അകത്ത് നിന്ന് കണ്ടന്റ് ഫെച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ ലീഡിന്റെ ആൻസർ കീ, ഞാൻ ലീഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട്, ലീഡിന്റെ കഴിഞ്ഞ വർഷത്തെ മെയിൻ സ്കില്ലറിന്റെ ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അതിന്റെ അകത്ത് തന്നെയുള്ള ഡേറ്റ ഞാൻ ഇങ്ങനെ ഓരോ GS 1, 2, 3, 4 ടെലിഗ്രാം ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുന്ന ഡാറ്റ ഒക്കെ അതിലേക്ക് കയറ്റി എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് അത് ഡെലിബറേറ്റ്ലി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് അത് വരികയും ചെയ്യും. നമുക്കൊരു 8 ടെസ്റ്റോളുണ്ട് ഓരോ സബ്ജക്റ്റുകൾക്കായിട്ട്. പിന്നെ അത് കൂടാതെ ഞാൻ ഈ ഡെയിലി ആൻസർ റൈറ്റിംഗിന്റെ മെറ്റീരിയൽ, ഷട്ട് സാർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, അത് ലാസ്റ്റ് ലെഗ് ഒരു 10 ഡേയ്സിൽ ഒരു ദിവസം 5 ഡെയിലി ആൻസർ റൈറ്റിംഗിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ 50 ദിവസം നമുക്ക് ഉണ്ടായിരുന്നത്. 50 ദിവസം ലാസ്റ്റ് 10 ഡേയ്സിൽ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെയിലി ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് എൻറിച്ച്മെന്റ് സെഷൻ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ചേട്ടൻ തന്നെ പറയാറുണ്ട്, ഇന്ന ഡാറ്റകൾ വരണം, ഇന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കീവേഡ് അവർ ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിവൈസ് ചെയ്തിട്ട് ആ ആഴ്ച എഴുതുന്ന ടെസ്റ്റിൽ കൊണ്ടുപോയി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. വൺസ് അത് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് എന്റെ മെമ്മറിയിൽ ഫോർ എവർ കിടന്നോളും. അപ്പോ ഈ വർഷം അങ്ങനെയായിരുന്നു. ഞാൻ എഴുതുമ്പോൾ ഈ ഡാറ്റ മൊത്തം അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.